അപ്പോൾ നമുക്ക് ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് നോക്കാം. കാന്താരി ആയിട്ടുണ്ട്, കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? അതേ കാന്താരി. വെള്ളം ഒഴിച്ചൊഴിച്ച് നമ്മൾ ജീവൻ വെപ്പിച്ചു കൊടുക്കുക. എല്ലാം വാടിപ്പോകുന്നായിരുന്നേ. വെള്ളം ഒഴിച്ചാലാണ് ഇവർ ജീവൻ വെച്ച് വരുമല്ലോ. അല്ലെ വാടിക്കരിഞ്ഞ് ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കരിഞ്ഞു വരും. അപ്പോൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർ ഇച്ചിരി പച്ച നിറത്തിലിങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ കരിഞ്ഞ് നിൽക്കുന്ന കാണാം. എന്തായാലും ഇതിനൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവരും ദാഹിച്ച് നിൽക്കല്ലേ, കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഇതാണ് ബജറ ചോളം. ഇത് ഞാൻ നട്ടിട്ട് കുറേ മാസങ്ങളായി കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ചൂട് ഇവിടെയാണ്. ഞാനിത് നമുക്ക് പൊടിപ്പിക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു. അന്നേരം ഞാനിത് നട്ടപ്പോൾ ഇതിങ്ങനെ വന്ന് ഇതുണ്ടോ, ഇവിടെ നല്ല ഇതിൽ വന്നു. ഇതുണ്ടോ, അതിന് കായ് ഇതാ. പരീക്ഷിച്ചതാണ്, നട്ട് നോക്കി ഉണ്ടാവുമെന്ന്. നമ്മുടെ നാട്ടിലുള്ള സാധനമല്ല ബജറ. അപ്പം നമ്മൾ ഇവിടെ ഒന്നും ആരും ബജറ കൃഷി ചെയ്തിട്ട് നമുക്കറിയില്ല. അപ്പം ഞാൻ വെറുതെ ഒന്ന് നട്ട് നോക്കിയതാണ് ഉണ്ടാവുമെന്ന്. അപ്പം നോക്കുമ്പോൾ അതിൻ്റെ പൂ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പൂ കണ്ടോ, ഇതിൻ്റെ തണ്ടൊക്കെ നൈസ് ഉണ്ടോ. ഇതാണ് തണ്ട്. ഈ തണ്ടയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഞാനിവിടെ കെട്ടി വെച്ചേക്കുക ഒടിയാതിരിക്കാൻ. ഇങ്ങനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇതായാലും കൊണ്ടുനടക്കാം സൂക്ഷിച്ച്. അയ്യോ, അത് നമുക്കവിടെ കെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോവും. അപ്പോൾ നമ്മളതവിടെ കെട്ടി വെച്ച് കണ്ടോ. കറിവേപ്പിലയ്ക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് പരീക്ഷണം ചെയ്തതാണ്, നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇനി ഇത് ഇച്ചിരി വലുതാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയായി ഇതിൻ്റെ പൂവ്.
ഞാൻ കുറച്ച് ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തോരൻ വെക്കാം, ചെറുപയർ തോരൻ. വെന്തിട്ട് കടുക് വറുത്തെടുക്കാം. 2 കരിവേപ്പില അടുപ്പത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 കറിവേപ്പില കണ്ടോ, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് വേകാൻ വേണ്ടി വെച്ചു. ഇനി ഇത് വേവട്ടെ. ഇതിൽ ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇത്ര സാധനം നമുക്ക് കടുക് വറുക്കാനുള്ളതാണ്. വഴട്ടാൻ നമുക്ക് വെന്ത് വരുന്നേ ഉള്ളൂ. ഇത് നല്ലോണം വെന്തിട്ട് നമുക്ക് തോരനാക്കാം. കടുക് വറുത്തിട്ടാൽ തോരനായി. ചെറുപയറൊക്കെ കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. എപ്പോഴും ഇടയ്ക്ക് ചെറുപയറും തോരനും, ചെറുപയർ പുഴുങ്ങി തേങ്ങ ഇടുക. 4 മണിക്കൊക്കെ ചായക്ക് ചെറുപയർ പുഴുങ്ങുക, ഉപ്പിടുക, തേങ്ങ കുറച്ച് ചിരണ്ടിയിടുക, അത് കഴിക്കുക. ചായയും കൂട്ടുക. കട്ടൻ ചായ, കട്ടൻ കാപ്പി, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. നല്ല രസമുണ്ടാവും ഇതൊക്കെ. ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ചെറുപയറൊക്കെ പുഴുങ്ങി വൈകുന്നേരം കടല പുഴുങ്ങും. വൈകുന്നേരത്തെ ചായക്ക് അതൊക്കെ ഉള്ളൂ. അല്ലാതെ എണ്ണ പലഹാരങ്ങളൊക്കെ വളരെ കുറവല്ലേ. പിന്നെ ആവി വേവിക്കുന്ന പലഹാരങ്ങളാണ് ഉള്ളത് കൂടുതലും. എണ്ണ പലഹാരം പണ്ടെന്ന് പറയുന്നത് നമ്മൾ അച്ചപ്പം, പിന്നെ ഇച്ചിരി കൊഴലപ്പം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുള്ളൂ. നെയ്യപ്പം ഉണ്ടാക്കും കേട്ടോ. നെയ്യപ്പം, അച്ചപ്പം, നെയ്യപ്പം, കൊഴലപ്പം, അത് സ്ഥിരം മിക്കപ്പോഴും നമുക്ക് കഴിക്കണം തോന്നുമ്പോഴൊക്കെ നമ്മൾ ബേക്കറിയിലൊന്നും ഓടിപ്പോണ ഒരു കാലമല്ലല്ലോ അന്നൊന്നും. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് കഴിക്കും. അതുപോലെ പിന്നെ കൂടുതലുണ്ടാക്കുന്ന ചെറുപയർ പുഴുങ്ങിയത്, കടല പുഴുങ്ങിയത്, അങ്ങനെയൊക്കെയാണ്. പിന്നെ പരിപ്പ് കൊണ്ടൊരു ഇത് ഉണ്ടാക്കാറുണ്ട്. പരിപ്പ് വേവിച്ചിട്ട് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ദോശ. പരിപ്പ് അരയ്ക്കും നല്ലോണം. അതിലേക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയോ വെച്ചിട്ട് കലക്കി ഇച്ചിരി നേരം വയ്ക്കും. എന്നിട്ട് അത് ദോശ ഇടും. ഇപ്പം പിന്നെ ഈ പരിപ്പൊക്കെ അരച്ചിട്ട്, മുളകൊക്കെ അരച്ച്, പരിപ്പ്, മുളക്, ഉള്ളി എല്ലാം അരച്ചിട്ടുള്ളൊരു ദോശ ഉണ്ടല്ലോ, അടദോശ. ആ ദോശ പോലെയാണ് പണ്ട് നമ്മൾ ഈ പരിപ്പ് അരച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചിലപ്പോൾ മൈദയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് ദോശ ഇടും. അതും രസമുണ്ട് അതും കേട്ടോ. ചമ്മന്തിയും വേണം, നല്ല ചുമന്ന ചമ്മന്തിയും വേണം. ചുവന്ന മുളക് വെച്ച ചമ്മന്തി, തക്കാളിയോ പുളിയോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെയുള്ളൊരു ചമ്മന്തി. അപ്പോഴാ ദോശയൊക്കെ ഇപ്പോഴാണ് അതിന് അടദോശ എന്ന് പറഞ്ഞ് പേരൊക്കെ വരുന്നത്. അന്നൊന്നും അതിനൊരു പേരും ഇല്ലായിരുന്നു. നമ്മളങ്ങനത്തെ പേര് ഒക്കെ പിന്നെയാണ് ഈ പരിപ്പൊക്കെ അരച്ചിട്ട് ചുടുന്ന ദോശയ്ക്ക് അടദോശ എന്നാണ് പറയുന്നതെന്ന് പിന്നെയാണ് കുറേ വർഷങ്ങൾ, അതായത് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മളതൊക്കെ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു 10 വയസ്സൊക്കെ ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ ദോശ ഉണ്ടാക്കും. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തൊക്കെ ഈ ദോശ ഉണ്ടാക്കും. അത് അടദോശയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കേട്ടോ. ഇപ്പോഴാണ് ഓരോരുത്തർ അതിന് ഓരോ പേരിട്ടിട്ട് വരുന്നത്. അല്ലാതെ എൻ്റെ അമ്മയൊക്കെ പരിപ്പൊക്കെ ഇങ്ങനെ വെറുതെ കല്ലിൽ വെച്ച് അരച്ചിട്ട്, അമ്മിയിൽ വെച്ച് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ കൂട്ടി കുറച്ച് നേരം അവിടെ വെച്ച് കലക്കി അവിടെ വയ്ക്കും. എന്നിട്ട് ദോശ ഇടുമ്പോൾ അതിനൊരു ചുവന്ന മുളക് പൊടി അല്ലെങ്കിൽ ചുവന്ന മുളക് അരച്ച പൊടിയൊന്നും അന്നില്ലല്ലോ, അരച്ച് കല്ലിൽ വെച്ച് അരച്ചെടുക്കും. അതൊരു മുളക് ചുട്ടിട്ട് പുളിയും തേങ്ങയൊക്കെ വെച്ചിട്ട് കല്ലിൽ വെച്ച് അരച്ച് എടുക്കുന്ന ചമ്മന്തി ആ ചുമന്ന ചമ്മന്തി. ആ ചമ്മന്തി കൂട്ടി ഇപ്പോൾ പറയുന്ന അടദോശ. അന്നത്തെ അടദോശയൊന്നുമല്ല, അന്ന് വെറുതെ പരിപ്പിനകത്ത് ഇതിട്ട് ഞാൻ പറഞ്ഞില്ലേ അതേപോലെയുള്ള ദോശയ്ക്ക് ഇപ്പോൾ അടദോശ എന്നൊക്കെ പറയുന്നത്. പിന്നെ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതും കൊണ്ട് നമുക്ക് ദോശ ഇടാം. ചെറുപയർ, കടല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് ദോശ ഇടാം. അതിനിപ്പോൾ അടദോശ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ അടദോശ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതും കൊണ്ട് ഉഴുന്നും കൂടി ഇട്ടാൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം പിന്നെ ഇങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. ഇപ്പം ഇതൊന്നും അങ്ങനെയൊന്നും ഒരു താല്പര്യം ആർക്കില്ല. ഇതൊക്കെ അങ്ങനെ കഴിക്കാനൊരു വലിയ രസം ഉണ്ടാവില്ല. ഇതൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ചൂടോടെ ഒരെണ്ണം കഴിക്കാമെന്നല്ലാണ്ട് പിന്നെ നമുക്ക് ആ തണുത്തിരുന്നാൽ ഒന്നിനും കൊള്ളത്തില്ല. അങ്ങനെ ഉണ്ടാവും അത്. ഞാനൊരു കായും മെഴുക്കുവരട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ സമയം ഉണ്ടായിരുന്നില്ല, വേഗം അങ്ങ് ഉണ്ടാക്കി പോയി, മറന്നും പോയി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഏത്തക്കായാണ് കേട്ടോ, ഏത്തക്ക മെഴുക്കുവരട്ടി.